നമസ്കാരം, ന്യൂസ് ക്യാനിലേക്ക് ഏവർക്കും സ്വാഗതം. അപകടം ക്ഷണിച്ചു വരുത്തുന്ന അവിശുദ്ധ ബാന്ധവം. ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ ഒന്നാണ് നാം പാദമൂന്നി നിൽക്കുന്ന ഇന്ത്യ. ലോകത്തെ മുഴുവൻ കീഴടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികളുടെ കയ്യിൽ നിന്ന് 1947 സ്വാതന്ത്ര്യം നേടിയത് മുതൽ ഇന്ത്യ മതേതര രാജ്യമായി തന്നെ മുൻപോട്ട് പോകുവാൻ തുടങ്ങിയതാണ്. അതിപ്പോഴും അങ്ങനെ തന്നെ നിലകൊള്ളുകയാണ്. എല്ലാ മതങ്ങളെയും അവയുടെ ആചാരാനുഷ്ഠാനങ്ങളെയും തുല്യമായി ബഹുമാനിക്കുകയും അവയ്ക്കിടയിൽ ഭരണകൂടം നിഷ്പക്ഷമായി നിലകൊള്ളുകയും ചെയ്യുന്ന ആശയമാണ് മതേതരത്വം എന്ന ആശയത്തിലൂടെ ഇന്ത്യ ലോകത്തിന് മുൻപിൽ അഭിമാനത്തോടെ ഉയർത്തിക്കാട്ടിയത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ മതേതര ആശയങ്ങൾ പൂർണ്ണമാകുന്നത് മതത്തെ വേർതിരിച്ച് നിർത്തിക്കൊണ്ടാണ്. എന്നാൽ മതത്തെ പൂർണ്ണമായി വേർതിരിക്കുന്നതിന് പകരം എല്ലാ മതങ്ങളുടെയും സത്തയെ സാംശീകരിച്ചുകൊണ്ട് അവരോട് സഹവർത്തിത്വത്തിൽ മുമ്പോട്ട് പോവുക എന്നയിടത്താണ് ഇന്ത്യയുടെ മതേതരത്വം തികച്ചും വ്യത്യസ്തമായി മാറുന്നത്. ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ 1976 സെക്യുലർ എന്ന വാക്ക് ചേർത്തുകൊണ്ട് ഇത് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടു. ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത വ്യക്തിപരവും മതപരവുമായ കാര്യങ്ങളിൽ സർക്കാർ ഇടപെടുന്നില്ല എന്ന കാര്യം കൂടെ ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ്. 3/4 നൂറ്റാണ്ടിലധികം പഴക്കവും പാരമ്പര്യവുമുള്ള ഇന്ത്യയുടെ ഭരണതലങ്ങളിലിരുന്ന രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ തന്നെ ഏതെങ്കിലും ഒരു മതത്തോട് മാത്രം അധികമായി താല്പര്യമോ അമിതമായ വിയോജിപ്പോ ഇല്ലാതെ നിഷ്പക്ഷമായി പെരുമാറുന്ന മതേതര മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ മതേതരത്വത്തിൽ ഊന്നി മഹത്തരമായ പ്രൗഢിയോടെ നിലകൊള്ളുന്ന ഈ രാജ്യത്തെ പിടിച്ചടക്കുവാൻ ഇസ്ലാമിക മതശക്തികൾ ശ്രമം തുടങ്ങിയിട്ട് നാളുകളായി. മതത്തെ രാഷ്ട്രീയത്തിലേക്ക് ഫലപ്രദമായി തിരികെ കടത്തി ജനാധിപത്യപരമായി പോകുന്ന രാജ്യത്തെ മതത്തിന്റെ കീഴിലാക്കുവാനുള്ള നീക്കം അത് അങ്ങേയറ്റം ആപൽക്കരമാണെന്ന് പറയേണ്ടതില്ലല്ലോ. എന്നാൽ അധികാരത്തിനു വേണ്ടി മാത്രം രാഷ്ട്രീയം തൊഴിലാക്കിയവർ നമ്മുടെ രാജ്യത്തിന്റെ നാളുകളിലേക്കും വരും തലമുറയുടെ നിലനിൽപ്പിനെ കുറിച്ചും ചിന്തിക്കുന്നതേയില്ല. അവർക്ക് അധികാരം മാത്രം മതി. നമ്മുടെ രാജ്യത്തേക്ക് ആത്മീയതയുടെയും മാധ്യമ പ്രവർത്തനങ്ങളുടെയും മറവിൽ നിശബ്ദമായി നടപ്പിലാക്കിക്കൊണ്ടിരുന്ന മതരാഷ്ട്രവാദങ്ങൾ സംഘടിത രൂപത്തിൽ മതരാഷ്ട്ര ആശയങ്ങൾ ഒളിപ്പിച്ചു കടത്തുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംവിധാനമാണ് ജമാഅത്ത് ഇസ്ലാമി. ഒറ്റ നോട്ടത്തിലോ 2 നോട്ടത്തിലോ പോലുമോ ആർക്കും തിരിച്ചറിയാനാകാത്ത വിധത്തിൽ ഈ സമൂഹത്തിന്റെ സത്തകളിലേക്ക് മതരാഷ്ട്രവാദത്തിന്റെ വിത്ത് പാകിയിരിക്കുകയാണിവർ. ഇന്ത്യ പാക് വിഭജനത്തിന് മുൻപ് 1941 ലാഹോർ കേന്ദ്രമായി സയ്യിദ് അബുൽ അല്ല മൗദൂദി എന്നയാൾ സ്ഥാപിച്ച ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് പരിശോധിച്ചാൽ മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇസ്ലാമിക തത്വങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ പരമാധികാരത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണിവർ. ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവിടങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്ന ഇവർ മറ്റ് രാജ്യങ്ങളിലെല്ലാം തീവ്രമായ നിലപാടുകൾ സ്വീകരിക്കുകയും ഭീകര പ്രവർത്തനങ്ങളിൽ മുഴുകുകയും ചെയ്യുമ്പോൾ ഇന്ത്യയിൽ അത്ര വലിയ മതതീവ്ര പരിപാടികൾ കാണിക്കാറില്ലെങ്കിലും വായ് തുറന്നാൽ വർഗീയതയും പ്രകോപനപരമായ ആശയങ്ങളുമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നാനാത്വത്തിൽ ഏകത്വമെന്ന് ലോകമെങ്ങും വിശ്രുതി കൊണ്ട ഇന്ത്യ എന്ന നാനാജാതി മതസ്ഥർ ചേർന്ന് ജനാധിപത്യപരമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ഭരണവ്യവസ്ഥയെ അട്ടിമറിച്ച് ഇസ്ലാമിക ഭരണകൂടം കൊണ്ടുവരണമെന്നും മുസ്ലിം അല്ലാത്ത മറ്റ് മതസ്ഥരെല്ലാം മുസ്ലിം മതത്തിലേക്ക് മാറണമെന്നും അല്ലെങ്കിൽ കനത്ത തുക ജസിയ എന്ന കപ്പം കൊടുത്ത് ജീവിക്കണമെന്നും ശഠിക്കുന്നതാണ് യഥാർത്ഥത്തിൽ മതരാഷ്ട്രവാദം. സമൂഹത്തിന് അങ്ങേയറ്റം ആപൽക്കരമാണെങ്കിലും മതരാഷ്ട്രവാദം ഒഴിവാക്കിയുള്ള ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് ചിന്തിക്കാൻ പോലും അവർ ആഗ്രഹിക്കുന്നില്ല. അത്രയ്ക്ക് തീവ്രമാണ് ജമാഅത്ത് ഇസ്ലാമി പേറിയിരിക്കുന്ന മതരാഷ്ട്രവാദം. അതേക്കുറിച്ച് ഷെക്കേന ചർച്ചയിൽ പങ്കെടുത്ത രാഷ്ട്രീയ നിരീക്ഷകൻ അമൽ സിറേക്ക് പറഞ്ഞത് കൂടെ കേൾക്കുക. Who was inspired by the Muslim Brotherhood? മുസ്ലിം ബ്രദർഹുഡിൽ നിന്ന് പ്രചോദനമുണ്ടായി സ്ഥാപിക്കപ്പെട്ടൊരു സംഘടനയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന. അത് പല രാജ്യങ്ങളിലായിട്ട് ഇന്നിപ്പോ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇങ്ങനെ പല നാടുകൾ, ബംഗ്ലാദേശ് ഉൾപ്പെടുന്ന നാടുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ട്. ഇന്ത്യയിൽ അതിനെ ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് ഇവരുടെ പർപ്പസ്? ആ പർപ്പസ് പാൻ ഇസ്ലാമിസമാണ്, റിലീജിയസ് കൺസർവേറ്റിസം ആണ്, ഇസ്ലാമിക് റിവൈവലിസം ആണ്, ഇസ്ലാമിക് ഫണ്ടമെന്റലിസം ആണ്, ഷിയ സുന്നി യൂണിറ്റി ആണ്. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് ആന്റി കമ്മ്യൂണിസം ആണ്. ആന്റി കമ്മ്യൂണിസം, ആന്റി സയോണിസം, ആന്റി ഇമ്പീരിയലിസം, ആന്റി വെസ്റ്റേണിസം. അതായത് വെസ്റ്റേൺ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ എടുക്കുന്ന നിലപാടുകൾ, യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെയാണ് ഇവരുടെ നിലപാടുകളെല്ലാം. അതോടൊപ്പം തന്നെ സയോണിസം, അതായത് ഇസ്രായേലിനെതിരെ എല്ലാ കാലഘട്ടത്തും എതിരായിട്ട് നിൽക്കുന്ന ഒരു നിലപാടാണ് ഇവരുടെ. ആന്റി കമ്മ്യൂണിസം, കമ്മ്യൂണിസത്തിന് വരെ എതിരായിട്ട് നിൽക്കുന്ന ഒരു അടിസ്ഥാന ആശയമാണ് ഇവരുടെ. പക്ഷേ പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതായത് ഇറാനിൽ യുദ്ധം നടക്കുന്ന അല്ലെങ്കിൽ ഇറാനിൽ പ്രക്ഷോഭം നടക്കുമ്പം അനങ്ങാതിരിക്കുന്നവര്
ഇസ്രായേലിനെതിരെ അനങ്ങുന്നതിന്റെ കാരണം അവരുടെ ആശയത്തിൽ ഈ സയോണിസം ഉള്ളത് കൊണ്ട് തന്നെയാണെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അല്ലാതെ അവരുടെ ചോരയ്ക്ക് നിറം ചുവപ്പും മറ്റവരുടെ ചോരയ്ക്ക് നിറം മഞ്ഞയോ നീലയോ അങ്ങനെ ആയതുകൊണ്ടല്ല. ഇതാണ് വാസ്തവം. എന്നാൽ പലപ്പോഴും സഹകരണ മനോഭാവത്തിൽ സമൂഹത്തിൽ വർത്തിക്കുന്നവർ ഇക്കാര്യം പലപ്പോഴും അറിയുന്നില്ല, അല്ലെങ്കിൽ ചിന്തിക്കുന്നില്ല എന്നതാണ് സത്യം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കേരളത്തിലെ ഇടതരും വലതരും മതരാഷ്ട്രവാദികളുമായ ജമാഅത്ത് ഇസ്ലാമിയോടും തീവ്ര നിലപാടുള്ള PDPയോടും നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായ SDPIയോടുമൊക്കെ വോട്ടിനു വേണ്ടി ചുറ്റം കൂടുന്നത് പതിവാക്കിയിരിക്കുകയാണ്. PDPയുടെയും SDPIയുടെയും വോട്ട് വാങ്ങുവാൻ LDFും ജമാഅത്ത് ഇസ്ലാമിയുടെയും അവരുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിയുടെയും വോട്ട് വാങ്ങാൻ UDFും നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരെയും അമ്പരിപ്പിക്കുന്ന പങ്കപ്പാടുകളാണ്. രണ്ടു കൂട്ടരും വർഗീയ ശക്തികളുടെ വോട്ടിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെങ്കിലും വർഗീയ ശക്തികളുടെ വോട്ട് വാങ്ങാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ചോദിച്ച് പരസ്പരം നാവാട്ടം നടത്തുകയും ചെയ്യുമെന്നതാണ് ഭൂലോക ഐറണി. CPMുമായുണ്ടായ ഭിന്നതയുടെ പേരിൽ നിലമ്പൂർ MLA ആയിരുന്ന PV അൻവർ സ്ഥാനം രാജിവെച്ച് ഒടുവിൽ നിലമ്പൂർ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് മുൻ മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ പുത്രനായ ആര്യാടൻ ഷൗക്കത്തായിരുന്നു. അതിന് മുൻപ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ തൃക്കാക്കരയിൽ ഉമാ തോമസും പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മനും ജയിച്ചത് വമ്പിച്ച ഭൂരിപക്ഷത്തിലായിരുന്നു. അവിടെയൊക്കെ വെളിപ്പെട്ടത് ഇടതരുടെ അഴിമതി ഭരണത്തിനെതിരായ ഭരണവിരുദ്ധ വികാരം തന്നെയായിരുന്നു. എന്നാൽ VD സതീശൻ കഴിഞ്ഞ ജൂണിൽ നിലമ്പൂരിൽ ഷൗക്കത്തിന് ജയിപ്പിക്കുന്നതിന്റെ ഉത്തരവാദിത്തം അടപടലം ഏറ്റെടുത്തുകൊണ്ട് രംഗത്തിറങ്ങിയപ്പോഴായിരുന്നു ജമാഅത്ത് ഇസ്ലാമി എന്ന സംഘടനയെ വെള്ളപൂശിക്കൊണ്ട് അവരുടെ വോട്ടിനു വേണ്ടി ആരെയും അമ്പരിപ്പിക്കുന്ന വാക്പ്രയോഗം നടത്തിയത്. അവര് ദേശീയ തലത്തിൽ ഒരു നിലപാടെടുത്തു. കാരണം കോൺഗ്രസ് ദുർബലമാകരുത്, വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തുന്നത് കോൺഗ്രസ് ആണ്. അതുകൊണ്ട് കോൺഗ്രസ് ദുർബലമാകരുത്, കോൺഗ്രസ് ശക്തിപ്പെടുത്തുക. സംസ്ഥാന സർക്കാരിനെതിരായിട്ടും അവർക്ക് പറയാൻ അവരുടേതായ കാര്യങ്ങളുണ്ട്. അവര് ഞങ്ങളെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പിന്തുണ അവരെ ആ വാദമൊന്നും അവര് ഇല്ല. അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോൾ ഉന്നയിക്കുന്നില്ല. അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട്. പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിനാണ് UDFിനാണ് അവർ പിന്തുണ കൊടുത്തിരിക്കുന്നത്. വർഗീയതയ്ക്കെതിരായി പോരാട്ടം നടത്തുന്നത് കോൺഗ്രസ് ആണെന്നും കോൺഗ്രസ് ദുർബലപ്പെടാതിരിക്കേണ്ടതിന് വേണ്ടി ദേശീയ തലത്തിൽ ഒരു നിലപാട് എടുത്തിട്ടുണ്ടെന്നും അതുകൊണ്ട് തങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി പണ്ടത്തേതുപോലെയല്ലെന്നും ഒത്തിരി മാറിയെന്നും ഇപ്പോൾ അവർ മതരാഷ്ട്രവാദമേ ഉന്നയിക്കുന്നില്ലെന്നുമാണ് കോൺഗ്രസിലെ ശക്തനായ മതേതരവാദി ആര്യാടൻ മുഹമ്മദിന്റെ പുത്രന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിനായി സതീശൻ അന്ന് പറഞ്ഞത്. സതീശൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും നിലമ്പൂരുകാരെ തള്ളിപ്പറഞ്ഞ അൻവറോ തൃപ്പൂണിത്തുറക്കാർ തള്ളിക്കളഞ്ഞ സ്വരാജോ ഒന്നും നിലമ്പൂർ ജയിക്കില്ലായിരുന്നു എന്ന് ഉറപ്പായിരുന്നു. എന്നാൽ വരുന്ന തെരഞ്ഞെടുപ്പുകളും മുമ്പിൽ കണ്ടുകൊണ്ട് ഒരു മുഴം മുൻപേ എറിഞ്ഞ സതീശൻ നൽകിയ ക്ലീൻ ചീറ്റ് എടുത്ത് വലിച്ചു കീറിക്കൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് കാരക്കുന്ന് തങ്ങൾ ഉന്നയിക്കുന്ന മതരാഷ്ട്രവാദത്തെ കുറിച്ച് വ്യക്തമാക്കുകയും സതീശൻ പറയുന്നത് പോലെ തങ്ങൾ അത് ഉപേക്ഷിക്കുകയോ ചെയ്തിട്ടില്ലെന്നും ഇസ്ലാമിന്റെ മതരാഷ്ട്രം വരുന്നത് വരെയുള്ള താൽക്കാലിക സംവിധാനങ്ങൾ മാത്രമാണ് ഹിലാൽ കമ്മിറ്റിയും മഹല്ലുമെല്ലാം എന്നും സ്ഥാപിക്കുകയും ചെയ്തത്. ഇസ്ലാമിന്റെ വളരെ മൗലിക പ്രധാനമാണ് ഇസ്ലാമിന്റെ രാഷ്ട്രവും ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണവും എന്ന്. ആരാധനാ കർമ്മങ്ങൾ പോലും അതിനെ പൂർണ്ണതയോട് നിർവഹിക്കണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണകൂടവും ഉണ്ടാവേണ്ടതുണ്ട്. ആരാണ് നമസ്കാരത്തിന് ഇമാമത്ത് കണ്ട്? ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണ ഖലീഫയാണ്, അല്ലെങ്കിൽ അദ്ദേഹം നിശ്ചയിക്കുന്ന ഗവർണറാണ്, അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. 2021 മുഹമ്മദ് കാരക്കുന്ന് നടത്തിയ പ്രസംഗത്തിലായിരുന്നു തങ്ങൾ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടില്ലെന്നും തങ്ങളുടെ അടിസ്ഥാന പ്രമാണം തന്നെ മതരാഷ്ട്രവാദമാണെന്നും ഇസ്ലാമിക രാഷ്ട്രവാദത്തെ വിമർശിക്കുന്നവർ അതിനെക്കുറിച്ച് പഠിക്കണമെന്നും മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നവർക്ക് ഇസ്ലാമിക രാഷ്ട്രവാദത്തെ തള്ളിപ്പറയാനാകില്ലെന്നും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മൗലിക പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണവുമെന്നും ആരാധനാ കർമ്മങ്ങൾ പോലും അതിന്റെ പൂർണ്ണതയോടെ നിർവഹിക്കണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണവും ഉണ്ടാകണമെന്നും ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണാധിപനായ ഖലീഫയോ അല്ലെങ്കിൽ അയാൾ നിശ്ചയിക്കുന്ന ഗവർണറോ ഉദ്യോഗസ്ഥനോ ആണ് മതപരമായ അനുഷ്ഠാനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടതെന്നും പ്രസ്താവിച്ചുകൊണ്ട് അവരുടെ നയം വ്യക്തമാക്കിയത്. എന്നാൽ ഈ കഴിഞ്ഞ പ്രസംഗം കഴിഞ്ഞ് 3 വർഷങ്ങൾക്ക് ശേഷം നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ സതീശൻ ജമാഅത്ത് ഇസ്ലാമിയുടെ മാനസാന്തരത്തിന്റെ കഥ പറയുന്നത് കേട്ട് സത്യത്തിൽ കാരക്കുന്നടക്കമുള്ള മൗദ്യൂദികൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെരിച്ചു പോയിട്ടുണ്ടാകണം. എന്നാൽ അവർ മൗനം ദീക്ഷിച്ചു. ഏതായാലും വർഗീയവാദികളുടെ 4 വോട്ട് കിട്ടിയില്ലെങ്കിലും ജയിക്കുമായിരുന്ന ഷൗക്കത്ത് തന്നെ നിലമ്പൂർ ജയിച്ചു.
പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും സതീശൻ ജമാഅത്ത് ഇസ്ലാമി പ്രേമവുമായി രംഗത്തിറങ്ങി. കോൺഗ്രസിലെ ഒരു വിഭാഗം അത്തരം നീക്കത്തെ ശക്തമായി എതിർത്തെങ്കിലും അത് കൂസാതെ മുൻപോട്ട് പോയ സതീശൻ അന്ന് പ്രഖ്യാപിച്ചത് ഏത് വിധത്തിലായാലും തങ്ങൾ ജയിക്കും, അതിന് ആരുടെ വോട്ട് കിട്ടിയാലും സ്വീകരിക്കുമെന്നായിരുന്നു. പിന്നാലെ രംഗത്തെത്തിയ സമസ്ത നേതാവ് മുക്കം ഫൈസി പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിയെ അടുപ്പിക്കരുതെന്നും അവർ ഇസ്ലാമിലേക്ക് നുഴഞ്ഞു കയറിയാൽ അതിന്റെ സംശുദ്ധിയെല്ലാം കളഞ്ഞു തുലച്ച് ഇസ്ലാമിനെ നശിപ്പിക്കുമെന്നുമായിരുന്നു. എന്നാൽ അതെല്ലാം അവഗണിച്ചുകൊണ്ട് വലിയ മതേതരന്മാരെന്ന് അവകാശപ്പെടുന്ന മുസ്ലിം ലീഗ് കൂടെ ഉൾപ്പെടുന്ന UDF മുമ്പോട്ട് പോവുകയും കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ മിക്ക ഇടങ്ങളിലും ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയറുകൾക്ക് മുന്നണി സീറ്റ് നൽകുകയും ചെയ്തു. UDFന് വേണ്ടി വെൽഫെയറുകൾ മത്സരിച്ചെടുത്ത് അവരുടെ ഫ്ലക്സിലും പോസ്റ്റിലും നിറഞ്ഞു നിന്നത് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നുള്ള കറ തീർന്ന വർഗീയ സൂക്തമായിരുന്നു. ഏതായാലും പിണറായിയുടെ സർക്കാരിന്റെ നെറുകെട്ട നയങ്ങൾക്കെതിരെ കേരളത്തിലെ ജനങ്ങൾക്കുള്ള കടുത്ത വിയോജിപ്പ് കോൺഗ്രസിന് ഗുണമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ മികച്ച വിജയം നേടുകയും ചെയ്തു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി അധികം കാലങ്ങൾ ഇല്ലാത്തതിനാൽ അതിന് ജനങ്ങളെ അനുകൂലമാക്കിയെടുക്കേണ്ടത് കനത്ത ഉത്തരവാദിത്തം പേറി രംഗത്തിറങ്ങിയ സതീശൻ ജമാഅത്ത് ഇസ്ലാമക്കാർക്ക് വെള്ളപൂശി വീണ്ടും രംഗത്തിറങ്ങി. മനോരമ ചാനലിന്റെ നേരെ ചൊവ്വയിൽ മുതിർന്ന മാധ്യമപ്രവർത്തകനായ ജോണി ലൂക്കോസിന് നൽകിയ അഭിമുഖത്തിൽ സതീശൻ പറഞ്ഞത് മതസൗഹാർദ്ദത്തിന്റെ അജണ്ട മുൻപോട്ട് വെക്കുന്നവരാണ് വെൽഫെയർ പാർട്ടി എന്നും അവരെ തള്ളിപ്പറയേണ്ട കാര്യമില്ലെന്നും അവർ കേരളത്തിൽ യാതൊരു വയലൻസും ഉണ്ടാക്കിയിട്ടില്ലെന്നുമായിരുന്നു. ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുവാൻ ജമാഅത്ത് ഇസ്ലാമി മുഖം മിനുക്കി ഇറങ്ങിയിരിക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയറുകൾ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നതിന് എന്തെങ്കിലും തെളിവ് താങ്കളുടെ കയ്യിലുണ്ടോ എന്ന് ജോണി ലൂക്കോസ് ആരാഞ്ഞപ്പോൾ അവർ കേരളത്തിൽ ഒരു വയലൻസും ഉണ്ടാക്കിയിട്ടില്ലെന്നും CPM ആണ് ഈ വർഗീയത ഉണ്ടാക്കുന്നതെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു സതീശൻ കാടും പടർപ്പും തല്ലിയത്. ജനറൽ സെക്രട്ടറിയോട് കുറിച്ചല്ല ഞാൻ തിരുവനന്തപുരത്ത് പ്രസംഗിച്ചത്. ഞാൻ തിരുവനന്തപുരത്ത് പിണറായി വിജയനെതിരായിട്ടാണ്, മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് സംസാരിച്ചത്. മുഖ്യമന്ത്രിക്ക് മതേതരത്വത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒരു അവകാശമില്ല. AK ബാലൻ നടത്തിയ പ്രസ്താവന, ആ പ്രസ്താവന മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ള സംഘപരിവാർ രീതിയെ അതിനെ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിച്ചു. ME ഗോവിന്ദൻ തള്ളി പറഞ്ഞു അയാളുടെ AK ബാലന്റെ പ്രസ്താവനയെ. പക്ഷെ പിണറായി വിജയൻ അതിനെ സംരക്ഷിച്ചു. അതായത് സംഘപരിവാറിന്റെ അതേ വഴിയിലാണ്. ഇപ്പൊ സംഘപരിവാർ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് പറവൂരിൽ എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് BJP BDS സ്ഥാനാർത്ഥിയെ നിർത്തരുത്, അതായത് രണ്ടാമത് വരുന്ന LDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കണം, അങ്ങനെ എന്നെ തോൽപ്പിക്കണം. അത് BJPയുടെ ഒരാവശ്യമാണ്. അപ്പം മതപരമായ സ്പർദ്ധ, ആര് വർഗീയത സംസാരിച്ചാലും അവർക്കെതിരായി ഞങ്ങൾ നിലപാടെടുക്കും. അത് ന്യൂനപക്ഷ വർഗീയതയായാലും ഭൂരിപക്ഷ വർഗീയതയായാലും വർഗീയത പ്രചരിപ്പിച്ച് വിദ്വേഷ പ്രചരണം കേരളത്തിൽ ആര് നടത്തിയാലും അതിനെതിരായി കോൺഗ്രസും UDF നിലപാടെടുക്കും. അങ്ങനെ ചെയ്യരുതെന്ന് പറയും. ഒരാളെ അധിക്ഷേപിച്ചിട്ടില്ല, അധിക്ഷേപിച്ചത് എന്നെയാണ്. ഞാൻ എന്നിട്ട് തിരിച്ചൊരു മറുപടിയും പറഞ്ഞില്ല. ഇതിനു മുമ്പ് എന്നെക്കുറിച്ച് വളരെ മോശമായ വാക്കുകൾ പറഞ്ഞു. ഏതായാലും കിളി പറന്ന മട്ടിൽ സതീശൻ ആലപിച്ച വാഴ്ത്തുപാട്ടുകൾ അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെടാതിരുന്ന മുഹമ്മദ് കാരക്കുന്ന് അതോടെ വീണ്ടും കളത്തിലിറങ്ങി. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ സത്യവിശ്വാസികൾ തള്ളി പറയുമോ എന്ന തലക്കെട്ടോടെ കാരക്കുന്ന് പണ്ട് നടത്തിയ പ്രസംഗം ഒരു ഫേസ്ബുക്ക് പോസ്റ്റാക്കിക്കൊണ്ട് വീണ്ടും കളത്തിലിറങ്ങി. മദീനയിൽ വെറും 15% വരുന്ന മുസ്ലിമുകൾ ചേർന്ന് ഒരു തുള്ളി രക്തം ചിന്താതെ ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിച്ച കഥയാണ് കാരക്കുന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത്. അതിനെ ഖണ്ഡിച്ച് ഷെക്കേന ഡിബേറ്റിൽ പങ്കെടുത്ത ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി പറഞ്ഞത് കേൾക്കുക. AD 610 മുഹമ്മദ് നബിക്ക് താൻ ഒരു നബിയാണ് എന്ന് അദ്ദേഹത്തിന് തോന്നിയത്. അദ്ദേഹം മക്കക്കാരനാണ്. അപ്പൊ മക്കയിലെ അദ്ദേഹത്തിന്റെ ഗോത്രത്തിന്റെ പേര്, എല്ലാ ഗോത്രങ്ങളാണ്, ഗോത്രത്തിന്റെ പേര് ഖുറൈഷി എന്ന് പറയുന്ന ഗോത്രമാണ്. അപ്പൊ ആ ഗോത്രത്തിലെ ഇദ്ദേഹം തനിക്ക് റെവലേഷൻസ് കിട്ടി, താൻ ദൈവത്തിന്റെ സ്വന്തം ആളാണ് എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോ അവിടുത്തുകാരെ പുച്ഛിക്കാൻ തുടങ്ങി. അങ്ങനെ സമൂഹത്തിൽ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ 622 ഈ മുഹമ്മദ് നബി അദ്ദേഹത്തിന്റെ ഖുറൈഷി ഗോത്രത്തിൽ നിന്ന് മുസ്ലിങ്ങളായി അദ്ദേഹത്തിന് കൂടെ കിട്ടിയ ആളുകളെയും കൊണ്ട് മദീനയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്തത്, കുടിയേറുകയാണ് ചെയ്തത്. ഈ കുടിയേറിയ ആളുകളെ അവിടെ ഉണ്ടായിരുന്ന ജ്യൂസും പാഗൻ മതക്കാരും ഇവരെ സഹർഷം സ്വീകരിച്ചു എന്നുള്ളത് വാസ്തവമാണ്. അത് അവരുടെ മര്യാദയാണ്. അവരുടെ മര്യാദയുടെ പേരിൽ അവിടെ എത്തുകയും ഇദ്ദേഹം കച്ചവടക്കാരനും എക്സ്പോഷർ ഉള്ള ആളും എന്ന നിലയിൽ അവരുടെ വിഷയങ്ങളിൽ ഇടപെട്ട് അവരുടെ വിഷയങ്ങൾ തീർക്കുന്ന ഒരാൾ എന്ന നിലയിൽ അവിടെ എത്തിപ്പെട്ട് ഒരു നിയമം എഴുതി ഉണ്ടാക്കുന്നു. അത് മദീനയുടെ നിയമം എന്ന് പറഞ്ഞുകൊണ്ട് നിയമമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ മദീനയെ കേന്ദ്രീകരിച്ചുകൊണ്ട് മക്കയെ ആക്രമിക്കുന്നു, പലവട്ടം ആക്രമിക്കുന്നു, പരാജയങ്ങളും ജയങ്ങളും ഉണ്ടാകുന്നു.
അപ്പൊ ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഈ ഗോത്രങ്ങളെയൊക്കെ ആക്രമിച്ച് മക്ക കീഴടക്കുന്നതിന് മുൻപ് തന്നെ മദീനയിലെ ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാത്ത ആളുകളെ മുഴുവൻ കൊന്നു തീർത്തു എന്നുള്ളതാണ് വാസ്തവം. അവിടെയാണ് ഇദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങൾ 15% പോലും ഇല്ലാത്തിടത്ത് മുഹമ്മദ് നബി മര്യാദ കാട്ടിയ കാര്യം. അപ്പൊ ഇതൊക്കെ ഇന്റർനെറ്റ് വായിക്കാൻ കിട്ടുന്ന കാര്യങ്ങൾ. ആരെ പറ്റിക്കാൻ അയാൾ നിൽക്കുന്നത്? ഈ അറബിയിൽ മാത്രം ഇത്തരം കാര്യങ്ങൾ പറയുന്ന ഒരു കാലത്ത് മനുഷ്യർക്ക് ഇത് മനസ്സിലാകുകയായിരുന്നു. ഇവർ പറയുന്ന കഥ ഏതാണ്ട് എല്ലാവരും അങ്ങ് വിഴുങ്ങുമായിരുന്നു. ഇന്ന് എല്ലാവരുടെയും വിരൽത്തുമ്പിൽ ഇത്തരം ഇൻഫർമേഷൻ ഉണ്ട് എന്ന് ഈ നുണ പറയുന്ന സുഹൃത്ത് മനസ്സിലാക്കണം. മുമ്പിലേക്കുള്ള യാത്രയിൽ ഈ ഒരു കാര്യം ഗൗരവമായി പരിഗണിക്കേണ്ടിയിരുന്നു. അത് ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയറുകാരെ ചുമക്കണോ അതോ താഴത്തു വെക്കണോ എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ അല്പം അഗ്രസീവ് തന്നെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാതെ തരമില്ല. അതിന്റെ വ്യക്തമായ തെളിവാണ് ജമാഅത്ത് ഇസ്ലാമിയെ ശത്രുപക്ഷത്ത് നിർത്താനില്ലെന്നും അവരെ ചേർത്ത് പിടിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ലീഗിന്റെ നേതാവായ പാണക്കാട് മുനവർ അലി തങ്ങൾ രംഗത്ത് വന്നത്. മതരാഷ്ട്രവാദികളായ മുസ്ലിമുകളുടെ ഇടയിൽ ലീഗ് ഉയർത്തിപ്പിടിക്കുന്നു എന്ന് ഈ സമൂഹം വിശ്വസിച്ച മതേതര മൂല്യമായിരുന്നു ഇക്കാലം എത്രയും അവർക്ക് ഒരു സ്വീകാര്യത ഉണ്ടാക്കിയത്. എന്നാൽ ഹാഗിയ സോഫിയ വിഷയത്തിൽ അവർ കൈക്കൊണ്ട നിലപാടുകളടക്കം ചില കാര്യങ്ങൾ അവരെ സംശയത്തോടെ നോക്കുവാൻ സമൂഹത്തെ പ്രേരിപ്പിച്ച കാര്യം തന്നെയാണ്. അതുകൂടാതെ മുൻ അഴീക്കോട് MLA-യും UDF-ലെ ക്ഷുഭിത യൗവനത്തിന് പ്രതീകമായ ആരോ എടുത്തുകാട്ടിയ ആളുമായ KM ഷാജി എന്ന നേതാവ് കോഴിക്കോട് നടന്ന വഖഫ് സംരക്ഷണ റാലിയിൽ വെച്ച് മതത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പറഞ്ഞ പച്ചവർഗീയത കേട്ടാൽ ആരായാലും ഞെട്ടി തരിച്ചു പോകും. മതമല്ല 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 പ്രശ്നം എന്നാ കേട്ടോ, ഞങ്ങൾക്ക് മതമാണ് പ്രശ്നം. അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. ബാക്കി എല്ലാവർക്കും മതമല്ലേ, ബാക്കി എല്ലാവർക്കും അവന്റെ സ്വത്വബോധമാവാം. എന്നാൽ കൊക്കിലെ ശ്വാസം നിലക്കുന്നവരെ മതം തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അകക്കാമ്പ്. ഞങ്ങളെ മനുഷ്യരാക്കിയത് മതമാണ്. ഞങ്ങളെ ഈ ലോകത്തിന്റെ മുമ്പിലേക്ക് മനുഷ്യനാക്കി വളർത്തിയെടുത്തത് ഞങ്ങളുടെ വിശ്വാസമാണ്. നിങ്ങൾക്ക് മതം പ്രശ്നമല്ല, നാട്ടിലെ നക്കാപ്പിച്ച ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, 2 മെമ്പർ സ്ഥാനത്തിന് വേണ്ടിയാണ് ഈ നിരീശ്വര നിർമ്മിത പ്രസ്ഥാനത്തിലേക്ക് നിങ്ങൾ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത്. സൂക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നു. ഏവർക്കും സ്വത്വബോധമുണ്ട്, മതബോധവുമുണ്ട്. പക്ഷേ ഷാജി പറയുന്നത് പോലെ അവരാരും അത് രാഷ്ട്രീയത്തിലേക്ക് കടത്തുന്നില്ല. മതേതര മുഖം മൂടി അണിഞ്ഞു നിൽക്കുന്ന മുസ്ലിം ലീഗിന്റെ വലിയ നേതാക്കന്മാരുടെ മനസ്സിൽ ഉണ്ടെങ്കിലും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും വിളിച്ചു പറയുവാൻ മടിക്കുന്ന കാര്യം യുവ നേതാവായ ഷാജിയെ കൊണ്ട് പറയിപ്പിച്ചതാണെന്ന് വിശ്വസിക്കുവാനേ മാർഗമുള്ളൂ. എന്നാൽ ലീഗിന്റെ ജമാഅത്ത് ഇസ്ലാമി അനുഭാവ നിലപാടുകൾക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് കാന്തപുരം രംഗത്തെത്തിയത്. സമസ്തയും കാന്തപുരവും അടക്കം ഇസ്ലാമിനെ കുറിച്ച് 4 കാര്യങ്ങൾ ആധികാരികമായി പറയുവാൻ തക്ക ആർജവമുള്ളവർ ജമാഅത്ത് ഇസ്ലാമിയെ അടുപ്പിക്കരുത്, അവർ കുഴപ്പക്കാരാണെന്ന് പറയുമ്പോൾ അതിൽ ഗൗരവമായി എന്തൊക്കെയോ ഉണ്ടെന്ന കാര്യം ഉറപ്പാണ്. അത് അംഗീകരിക്കുവാനും വെൽഫെയറിൽ തങ്ങളുടെ നയം തിരുത്തുവാനും സതീശൻ തയ്യാറാകുക തന്നെ വേണം. അല്ലെങ്കിൽ ഭവിക്കുവാൻ പോകുന്നത് ഗുരുതരമായ പ്രതിസന്ധി തന്നെയായിരിക്കും. 10 വർഷം അധികാരത്തിന്റെ പുറത്ത് ഇരിക്കേണ്ടി വന്നതിന്റെ വിഷമം കോൺഗ്രസിനും ലീഗിനും അല്പം കലശലായിട്ടുള്ളതിനാൽ അവർ വെൽഫെയറുകളെ മാറ്റി നിർത്തുവാനുള്ള ആർജവം കാട്ടുമോ എന്ന ചോദ്യം ആശങ്ക ഉളവാക്കുന്നതാണ്. ഷെക്കേന നടത്തിയ ചർച്ചയിൽ അതേക്കുറിച്ച് മാധ്യമപ്രവർത്തകൻ ജോൺസൺ കൊച്ചുപറമ്പൻ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: എങ്ങനെയെങ്കിലും ഭരണം പിടിക്കാൻ ആരുടെയും ഒപ്പം കൂടുന്ന ഒരു രീതി അത് കോൺഗ്രസ് അവലംബിച്ചു എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിന്റെ പരാജയത്തിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ, ആ സർക്കാരിന് ഒത്തിരി ജനവിരുദ്ധമായ സമീപനങ്ങൾ കൊണ്ട് വളരെ വലിയ എതിർപ്പുകൾ സമൂഹത്തിൽ സ്വീകരിക്കുന്നു. വലിയ എതിർപ്പുണ്ട്, ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായിട്ടുണ്ട്. അതിന്റെ ഗുണം കിട്ടേണ്ട കോൺഗ്രസിന് ആ ഗുണം കിട്ടാതെ പോകുന്നതിനുള്ള വഴിയാണ് സതീശൻ എടുക്കുന്നത്. സതീശൻ കോൺഗ്രസിന്റെയും രക്ഷകനല്ല, കോൺഗ്രസിന്റെ അന്ത്യം കുറിക്കുന്ന പ്രതിപക്ഷ നേതാവാണ്. കോൺഗ്രസിലുള്ള മതേതര വിശ്വാസികളായ പരമ്പരാഗതമായി ജനാധിപത്യവും മതേതരത്വവും സ്വാതന്ത്ര്യവും ഉറക്കം മുദ്രാവാക്യം വിളിക്കുന്ന സാധാരണക്കാരന് ഇത് സ്വീകരിക്കാൻ കഴിയുമെന്നാണോ കരുതിയിരിക്കുന്നത്? കേരളത്തിലെ ഏതാനും ജില്ലകളിലെ ഒരു സംഘടിത വോട്ട് ബാങ്ക് മാത്രം കണ്ടുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം നിലപാടെടുത്താൽ ബാക്കി സ്ഥലങ്ങളിലെ കോൺഗ്രസ് വിശ്വാസികൾ, ജനാധിപത്യ വിശ്വാസികൾ, മതേതര വിശ്വാസികൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കും എന്നാണോ ഇദ്ദേഹം കരുതിയിരിക്കുന്നത്? പ്രതിപക്ഷ നേതാവിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റാ. ചില മണ്ഡലങ്ങളിലൊക്കെ ഈ ബാന്ധവം കൊണ്ട് നിങ്ങൾക്ക് ജയിക്കാനോ, പക്ഷെ ഇത് വർഗീയതയാണെന്ന് കേരളം തിരിച്ചറിയും. 2047 ഇന്ത്യയെ അട്ടിമറിച്ച് ഭരണം പിടിക്കണമെന്നത് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി അവർ ഈ രാജ്യത്ത് നടത്തിയ നീക്കങ്ങളെ കുറിച്ച് കേട്ടാൽ സാമാന്യ ബോധമുള്ളവരെല്ലാം തലയിൽ കൈവച്ചിരുന്നു പോകും. അത് തന്നെയാണ് മൗദൂദിയുടെ ആശയം പേറുന്നവരും ആശിക്കുന്നത്.
ബംഗ്ലാദേശ് എന്ന ഇസ്ലാമിക രാഷ്ട്രത്തെ ജനാധിപത്യ രീതിയിൽ ഭരിച്ച ഷെയ്ഖ് ഹസീന ചെയ്തത് ഇതേ ജമാഅത്ത് ഇസ്ലാമി നിരോധിക്കുക എന്നതായിരുന്നു. എന്നാൽ ഹസീനയെ തല്ലിയോടിച്ച അവർ ആ നിരോധനമെല്ലാം മറികടന്ന് പൂർവാധികം ശക്തിയോടെ മൗദൂദികളെ വിന്യസിപ്പിച്ചു. അവർ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയെ തന്നെയാണെന്നത് പകൽ പോലെ വ്യക്തവുമാണ്. എന്നാൽ മസിൽപിടുത്തം കൊണ്ട് ഇന്ത്യയുടെ അടുത്തേക്ക് എത്തിയാൽ അത് വില പോകില്ലെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആ ലക്ഷ്യം നിറവേറ്റിയെടുക്കുന്നതിനുള്ള നൂതന മാർഗമെന്ന നിലയിലാണ് വെൽഫെയർ എന്ന പേരിൽ രാഷ്ട്രീയ മുഖമണിഞ്ഞ് ഇവർ രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്നാണ് ഇക്കാര്യങ്ങളെ കുറിച്ച് അവധാനതയോടെ പഠിച്ചിട്ടുള്ളവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അടിസ്ഥാനപരമായ ഒരു ലക്ഷ്യം മാത്രമേ അവർക്കുള്ളൂ, അത് ഇസ്ലാമിക മതരാജ്യം സ്ഥാപിക്കുക എന്നതാണ്. അതിനുവേണ്ടി അവർ ശക്തമായി പണിയെടുക്കുമ്പോൾ മോഡറേറ്റ് ചിന്താഗതികളുള്ള ഇസ്ലാമിക സമൂഹം ആകമാനം അവരുടെ നിഷ്പക്ഷ നിലപാടുകളിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു എന്ന കാര്യവും ലീഗിന്റെ നിലപാട് മാറ്റങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ സ്വസ്ഥതയും സമാധാനവും നശിപ്പിച്ച് മതത്തിന്റെ കീഴിൽ കൊണ്ട് കിട്ടുന്ന വർഗീയവാദികളെ അധികാരത്തിനു വേണ്ടി കൂട്ടുപിടിച്ചാൽ അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരുന്നത് ആ രാജ്യം മുഴുവനുമാണ്. കേരളത്തിലെ പ്രമുഖ മുന്നണികൾ അത് തിരുത്തുക തന്നെ വേണം. മതഭരണകൂടത്തിന്റെ പിടിപ്പുകേടുകൾ നിമിത്തം നിയന്ത്രിക്കാനാകാത്ത വിധത്തിൽ പെരുകിയ ഇറാനിലെ പണപ്പെരുപ്പത്തിനെതിരെ ഉറപ്പൊട്ടിയ പ്രതിഷേധത്തിനൊപ്പം ഖമേനി ഭരണകൂടത്തിനെതിരെ ഇറാനിൽ കാലാകാലങ്ങളായി ഉയർന്ന എതിർപ്പുകളും ഒന്നിച്ചു പുറത്തു വന്നതോടെയാണ് ഇറാനിൽ ആഭ്യന്തര കലാപം ശക്തമായത്. അത് രൂക്ഷമായി തന്നെ തുടരുമ്പോൾ അതിനെ ക്രൂരമായി അടിച്ചമർത്തി ഖമേനിക്കെതിരെ നിലപാടുകൾ കടുപ്പിച്ചുകൊണ്ട് അമേരിക്ക രംഗത്തെത്തിയതോടെയാണ് കാര്യങ്ങൾ വലിയ വാർത്താ പ്രാധാന്യമുള്ളതായി മാറിയത്. മറിച്ചായിരുന്നുവെങ്കിൽ പുറം ലോകത്തേക്കുള്ള വാതിലുകളെല്ലാം അടച്ചിട്ട് തനിക്കെതിരെ പ്രതിഷേധിച്ചവരെ ഒരു ഈച്ച പോലും അറിയാതെ വകവരുത്തിയിട്ടൊന്നും അറിയാത്ത മട്ടിൽ ഖമേനിയും കൂട്ടരും മുമ്പോട്ട് പോകുമായിരുന്നു. എന്നാൽ അമേരിക്ക വിഷയത്തിൽ കൃത്യമായിട്ട് ഇടപെടുകയും ആഭ്യന്തര കുറ്റവാളികളായി പിടിക്കപ്പെട്ടവരെ തൂക്കിലേറ്റുവാനുള്ള ഇറാന്റെ നീക്കത്തിനെതിരെ കൃത്യമായി പ്രതിരോധിച്ചുകൊണ്ട് അമേരിക്ക നിലപാട് കടുപ്പിച്ചതിന് പിന്നാലെ ഇറാനെതിരെ ആക്രമണം ശക്തമാക്കുമെന്ന് ഏവരും കരുതിയിരുന്നു. എന്നാൽ അറബ് രാജ്യങ്ങളുടെ കൂട്ടായ നീക്കത്തിന്റെ ഫലമായി ട്രംപ് ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്മാറി എന്നായിരുന്നു പുറത്തു വന്ന വാർത്തകൾ. എന്നാൽ മുൻപോട്ട് വെച്ച കാൽ പുറകോട്ട് മാറ്റിയ ചരിത്രം ട്രംപിനും അമേരിക്കയ്ക്കും ഇല്ലെന്നറിയാവുന്നവർ ട്രംപ് യുദ്ധം ചെയ്യാതെ ഒതുങ്ങി പിന്മാറിയത് അങ്ങേയറ്റം ആപൽക്കരമാണെന്ന് തന്നെ ഉറപ്പിച്ചിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ ഇറാനിൽ സംഭവിക്കാൻ പോകുന്നതും. ഇറാൻ എന്ന സ്വേച്ഛാധിപത്യ രാഷ്ട്രത്തിനെതിരെ എക്കാലത്തും നിരീക്ഷണം ശക്തമാക്കിയ രണ്ട് രാജ്യങ്ങളാണ് ഇസ്രായേലും അമേരിക്കയും. മാസങ്ങൾക്ക് മുൻപ് നടന്ന യുദ്ധത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെയും ആണവ ശാസ്ത്രജ്ഞന്മാരെയും ഉന്മൂലനം ചെയ്തുകൊണ്ട് ഇസ്രായേൽ മുന്നേറിയപ്പോൾ ആ സ്ട്രൈക്കിംഗ് ശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് അമേരിക്കയും ഇറാന്റെ ഭൂഗർഭ അറയിലെ നിർണായക ആണവ കേന്ദ്രത്തെ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇസ്രായേൽ ഇറാനിൽ നടത്തിവരുന്ന ഉപരോധങ്ങളുടെയും ഇറാൻ ആണവ നീക്കങ്ങളെയും കുറിച്ച് അമേരിക്കയ്ക്കുള്ള ആശങ്കകളും ഇപ്പോൾ ഒരേ ദിശയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നതിനാൽ അമേരിക്ക ഇസ്രായേലുമായി ചേർന്ന് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ട്രംപിനും നെതന്യാഹുവിനുമല്ലാതെ ഭൂമിക്ക് മുകളിൽ മറ്റാർക്കും അറിയില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ട്രംപ് പിന്മാറിയത് ഇവിടെ ചിലർ പറയുന്നത് പോലെ ഭയന്ന് ഒതുങ്ങിയതല്ല, മറിച്ച് അതിശക്തമായി കുതിക്കുവാൻ തന്നെയാണെന്ന കാര്യം ഉറപ്പാണ്. ഇറാനുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് അമേരിക്കയുടെ ഒരു ജോഡി ടാങ്കർ വിമാനങ്ങളും വിമാനവാഹിനി യുദ്ധക്കപ്പലുകളും ഇറാനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. അമേരിക്കയുടെ നേവൽ അസറ്റുകൾ ഈ മാസം അവസാനത്തോടെ ഇറാന് ചുറ്റും പൂർണ്ണ സജ്ജമാകും. ഷീൽഡ് ആൻഡ് സ്വേർഡ് അഥവാ വാളും പരിചയം എന്ന് പേരിട്ടിരിക്കുന്ന അതിശക്തമായ നീക്കമാണ് അമേരിക്ക നടത്തുന്നത്. ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഇറാനെ കുറിച്ചുള്ള വിവരങ്ങളിൽ കാണുന്നത് ഇറാൻ എന്നൊരു രാജ്യം പോലും ഭൂപരപ്പിൽ ഉണ്ടാവില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ജനുവരി 26-ന് ശേഷം എപ്പോൾ വേണമെങ്കിലും ആ ഘോരമായ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയാണ് വിദഗ്ധർ പ്രവചിക്കുന്നത്. ഇറാനിലെ ജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയായിരിക്കും ആക്രമണം നടത്താൻ ഇടയുള്ളത്. തിരിച്ചൊരു തോക്കെങ്കിലും കയ്യിലെടുത്ത് വെടിവെക്കുവാൻ അനുവദിക്കാത്ത വിധത്തിൽ ഇറാനെ ആക്രമിക്കുവാനാണ് പദ്ധതി. ആക്രമിക്കും, തിരിച്ചടിക്കുമെന്നൊക്കെ ഭീഷണി മുഴക്കുക എന്നതിനപ്പുറം ഒന്ന് ചലിക്കാൻ പോലും ആകാതെ നിൽക്കുന്ന ഇറാനിലെ മത തീവ്ര സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിന് അന്ത്യം വരുമെന്ന കാര്യം ഏകദേശം തീർച്ചയായിരിക്കുകയാണ്. ഇത് പരിഷ്കാരോന്മുഖമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഇറാനിലെ ഭൂരിപക്ഷം പോന്ന പൗരന്മാർക്കും സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കുവാനുള്ള അവസരം കാത്തിരിക്കുന്ന ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കും വലിയ പ്രതീക്ഷയാണ് നൽകിയിരിക്കുന്നത്. ന്യൂസ് കാൻ സമാപിക്കുന്നു.